ഹലോ, വെൽക്കം ടു മൈ ചാനൽ കിമയ. ഞാൻ ഇന്ന് വേറൊരു ഉടുപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. ഫ്രോക്കാണ് അത്. കുഞ്ഞു കുട്ടികളുടെ അല്ല, 3 വയസ്സ് വരെയുള്ള. അപ്പം നമുക്ക് ഏതളവിലും അളവ് കണക്കാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് അളവിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. ചെസ്റ്റും 24ആണ്. രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഫ്രോക്കാണ്. അതായത് മുകളിൽ ഒരു പീസ്, താഴെ ഒരു പീസ്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് അളവ് 24ആണ്, ലെങ്ത് 24ആണ്, അതിൻ്റെ വെയിസ്റ്റ് 22ആണ്, ഷോൾഡർ 11, വേസ്റ്റ് ലെങ്ത് 13 ഇഞ്ച്, പിന്നെ സ്കേർട്ട് ലെങ്ത് 13ആണ്. അപ്പം നമുക്ക് അളവുകളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുക്കേണ്ടത് ഫുൾ ലെങ്ത് 24 എന്ന് പറയുമ്പോൾ മുകളിലത്തെ പീസ്, അതായത് മുകളിൽ നമുക്ക് ബോഡി പീസ്, ആ ബോഡി പീസ് സ്ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഉടുപ്പാണ്. അപ്പോൾ ഈ ബോഡി പീസ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് നമ്മളുടെ നെയ്പ്പ് മുതൽ, അതായത് കഴുത്തിന്റെ അവിടെ നിന്ന് പൊക്കിള് വരെ, അതാണ് നമ്മൾ മുകൾ പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മുകൾ പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. നമുക്ക് ഈ 13 ഇഞ്ച് സ്ട്രാപ്പ് ആയാലും കെട്ടായാലും വെക്കുമ്പോൾ ഈ 13 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കണ്ട. കാരണം നമുക്ക് ആ സ്ട്രാപ്പിൽ വേറെ വരുന്നുണ്ട്, അല്ലേ? കെട്ടാണെങ്കിൽ കെട്ടിൽ വേറെ വരുന്നുണ്ട്, അല്ല ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഈ 13 ഇഞ്ചിൽ നിന്ന് ഒരു 2-2.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ മുകൾ പീസ് എടുക്കാൻ. അപ്പൊ മുകൾ പീസ് എടുക്കുമ്പോൾ 24 ഇഞ്ചാണ് ചെസ്റ്റിന്റെ, അതായത് ചെസ്റ്റ് വണ്ണം, അതായത് ചെസ്റ്റ് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 6 ഇഞ്ച് ലൂസ് എടുക്കുക. ലൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പിനും വേണം, അതുപോലെ തന്നെ നമുക്ക് തയ്ക്കാൻ പിന്നെ ലൂസ്, അതായത് ബോഡിക്ക് എപ്പോഴും ലൂസ് കൂട്ടിയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അതിനും വേണം. അപ്പൊ നമ്മൾ 24 ഇഞ്ചിന്റെ കൂടെ 6 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ വരുന്നത് 30ആണ്. അപ്പൊ 30 ഇഞ്ച് വീതിയിലും ഇറക്കം വരുന്നത് നമ്മൾ 2.5 മൈനസ് ചെയ്തല്ലോ, ആ മൈനസ് ചെയ്തത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് എത്ര ഇഞ്ചാണ്? 10.5 ഇഞ്ച് വീതി നീളത്തിലുമാണ് നമ്മൾ ഒരു പീസ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം മുകളിലത്തെ പീസ് നമ്മൾ എടുക്കേണ്ടത് 30 ഇഞ്ച് വീതിയിലും 10.5 ഇഞ്ച് നീളത്തിലും ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ 4ആയി, എപ്പോഴും മടക്കുന്ന പോലെ തന്നെ നമ്മൾ 4ആയി മടക്കി വെച്ചു. ഇപ്പൊ നമുക്ക് 30 ഇഞ്ച് വീതിയിൽ കിട്ടുന്നില്ല എങ്കിൽ 15-15 വെച്ച് 2 പീസ് എടുത്താലും മതി. ഇതേപോലെ 2 പീസ് എടുക്കുക. എടുത്തിട്ട് അതിനെ മടക്കുക. മടക്കിയിട്ട് കണ്ടല്ലോ, ഇതേപോലെ മടക്കുക. ഓക്കെ, മടക്കിയതിന് ശേഷം നമ്മൾ പിന്നെ എടുക്കേണ്ട അളവുകൾ എന്ന് പറയുന്നത് കഴുത്തകലമാണ്. കഴുത്തകലം 3 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം നിങ്ങൾ ചോദിക്കും, കുട്ടികൾക്കാവുമ്പോൾ ഇത് 3 ഇഞ്ച് വൈഡായി പോവില്ലേ? അതായത് ബെൽറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈഡ് നെക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 3 ഇഞ്ച് കഴുത്തകലമാണ് എടുക്കുന്നത്. അതിന്റെ ഇറക്കം എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ നെക്കൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം, അതായത് സ്ക്വയർ ആക്കിയിട്ട് വേണം നെക്ക് കൊടുക്കാൻ. നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു നെക്കാണ് വരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഉടുപ്പ്. ഇങ്ങനെ ഒരു നെക്കാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് സ്ട്രാപ്പ് വെക്കുകയാണെങ്കിലും അതല്ല ചരട് വെക്കുകയാണെങ്കിലും നമ്മൾ 1 ഇഞ്ച് ഇവിടെ വിടുക. വിട്ടതിന് ശേഷമാണ് താഴേക്ക് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴി നമുക്ക് വേണ്ടത് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതിന് ശേഷം ഇത് കണ്ടോ, ഇവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നേരെ ഇവിടുന്ന് താഴേക്ക് 5 ഇഞ്ച് കൊടുക്കുക. കണ്ടോ? കൊടുത്തിട്ട് ഇങ്ങനെ ചരിച്ചാണ് നമ്മൾ ആം ഹോള് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചരിച്ചിട്ടാണ് ആം ഹോള് വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെ ഒരു സ്ട്രാപ്പ്. ഇത് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ ഏത് ഉടുപ്പാണെന്ന്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 2.5 ഇഞ്ചാണ് നമ്മൾ കുറച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യാണ്. കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെ എടുക്കുന്നതെന്ന്. അതായത് 30 ഇഞ്ച് വീതിയിലും 10.5 ഇഞ്ച് നീളത്തിലും ഒരു പീസ് എടുത്തിട്ട് കഴുത്തകലം 3 ഇഞ്ച് എടുത്തു, കഴുത്തിറക്കം 2.5 എടുത്തു, കൈക്കുഴുത്താഴ്ച 5 എടുത്തു. 5 അല്ല, ഇനിയിപ്പോ 4 എടുത്താലും അളവിന് വ്യത്യാസം വരില്ല കേട്ടോ. ഇപ്പൊ ചില കുട്ടികൾ, വണ്ണമുള്ള കുട്ടികൾ കാണും, വണ്ണമില്ലാത്തവർ കാണും. അതിനനുസരിച്ചാണ് ഈ കൈക്കുഴുത്താഴ്ച നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ താഴത്ത്
ഒരു 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും അത് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ കട്ടിങ്. ഇത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇതിന്റെ മെഷർമെന്റ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഇത് കട്ട് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെയുള്ള പീസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പീസ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ ഇതെടുത്തു, ബെൽറ്റ് പീസും എടുത്തു, കണ്ട. അതിനുശേഷം ഇതെല്ലാം തയ്യൽ തുമ്പൊക്കെ ഇട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് അടിയിലേക്കുള്ള, അതായത് സ്കേർട്ട് പീസാണ് വേണ്ടത്. സ്കേർട്ട് പീസിന്റെ ലെങ്ത്, കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് അടിയിൽ മടക്കി വെക്കാൻ വേണം. അതുകൊണ്ട് നമ്മൾ 11ന്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 13 ഇഞ്ച് എടുക്കും കേട്ടോ. 11 കറക്റ്റ്, 13 ഇഞ്ച് നമ്മൾ എടുക്കണം. അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ വേസ്റ്റ് എത്ര ആണോ, ഇതുപോലത്തെ പീസ് 2 പീസാണ് വേണ്ടത്. അത് നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ വേസ്റ്റ് എത്ര ആണോ, വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കണത് 22 ഇഞ്ചാണ്. ആ കറക്റ്റ് വേസ്റ്റിന്റെ കൂടെ അതിന്റെ വേസ്റ്റ് 22 × 3 ആണ് എപ്പോഴും നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത്. നമ്മൾ ഫ്രില്ല് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ വേസ്റ്റ് നോക്കിയിട്ട് അതിന്റെ 3 ഇരട്ടി പീസാണ് സ്കേർട്ടിന് എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ, കണ്ട, സ്കേർട്ടിന് എടുത്തു. ഇത് സ്കേർട്ട് പീസ്, ഇത് കണ്ട, ഇത് ഇങ്ങനെ. ഇതിൽ നിങ്ങൾക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം, എവിടെ ബോഡി പീസിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം, ലേസ് വെച്ച് കൊടുക്കാം, അങ്ങനെ എങ്ങനെ വേണേലും ഭംഗിയാക്കാം. അപ്പോൾ ഈ ഉടുപ്പ് ഇനി തയ്ക്കുന്നതുമായിട്ട് കാണിക്കഞ്ഞും വരാം. അപ്പോൾ അതുവരെ ഇതെല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് തയ്ക്കുന്നതായിട്ട് ഞാൻ കാണിക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക, അതെങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.